ഹലോ ഓൾ വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അപ്പോൾ നമ്മൾ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റിന്റെ മറ്റൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി കാണാം. ദേവസ്വം ബോർഡിൽ കൗബോയ് എന്നൊരു പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അവർ ക്ഷണിച്ചിരിക്കുന്നത്. 38 നോട്ടിഫിക്കേഷൻ വന്നതിൽ മറ്റൊരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ എന്ന് തന്നെ നമുക്ക് ഇതിനെ നിസ്സംശയം വിശേഷിപ്പിക്കാം. കാരണം നോട്ടിഫിക്കേഷൻ വിളിക്കുമ്പോൾ തന്നെ 30 ഒഴിവുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എവിടെയാണ് ഈ പരീക്ഷ അപ്ലൈ ചെയ്യാൻ സാധിക്കുക? ഓഫ് കോഴ്സ് ഔദ്യോഗിക വെബ്സൈറ്റായ www.kdrd.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു വൺ ടൈം രജിസ്ട്രേഷൻ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. കാറ്റഗറി നമ്പർ നോക്കിയോ, 005/2025. എങ്ങനെയാണ്? 005/2025. തസ്തികയുടെ പേര് ആസ് ഐ മെൻഷൻഡ് ഏർലിയർ കൗബോയ് എന്നാണ്. എവിടെ? ദേവസ്വം വകുപ്പിൽ കൗബോയ് എന്ന ഒരു തസ്തികയാണ്. എവിടെയാണ്? ഗുരുവായൂർ ദേവസ്വമാണ് അല്ലെ? ഗുരുവായൂർ ദേവസ്വം. ശമ്പള സ്കെയിൽ നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു ശമ്പള സ്കെയിൽ കാണാം. അതായത് ഏകദേശം നമ്മുടെ ഒരു LGSനേക്കാളും വലിയൊരു സ്കെയിലാണ്. 23,000 രൂപയുടെ ഒരു ശമ്പള സ്കെയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. വിദ്യാഭ്യാസ യോഗ്യതയെ പറ്റി പരിശോധിക്കുമ്പോൾ ഇപ്പം നമ്മുടെ നേരത്തെ പറഞ്ഞ സ്വീപ്പറിന്റെ ഒക്കെ അതേ വിദ്യാഭ്യാസ യോഗ്യതയാണ്. 7ാം ക്ലാസ് തത്തുല്യമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടെ ജോലി പരിചയം എന്നൊരു കാര്യം വ്യക്തമായിട്ടാണ്. ജോലി പരിചയം ദേവസ്വത്തിൽ കൗബോയി ആയി 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമാണ്. ഇവിടെ 2 years എക്സ്പീരിയൻസ് മസ്റ്റ് ആണ്. അതും ദേവസ്വം വകുപ്പിൽ തന്നെ എന്താണ്, കൗബോയി ആയി നിന്നിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നിങ്ങൾ നോക്കൂ, ഒഴിവുകളുടെ എണ്ണം ഇവിടെ 30 എണ്ണമാണ് തുടക്കത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 30 ഒഴിവുകളുണ്ട്. ഇവിടെയും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്നത് എത്ര തന്നെയാണ്? 3 വർഷം തന്നെയാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുമ്പോൾ. നേരിട്ടുള്ള നിയമനരീതി വിത്ത് പരീക്ഷയോട് കൂടിയാണ് വരുന്നത്. പ്രായപരിധി നോക്കുമ്പോഴും മാറ്റങ്ങളില്ലാതെ തുടരുകയാണ്. 20 മുതൽ 36 വയസ്സ് വരെയാണ് ഇതിന്റെ പ്രായപരിധി. പരീക്ഷാ ഫീസ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ഈ പരീക്ഷ എഴുതാനായിട്ട് ഒരു നിശ്ചിത ഫീസ് ഉണ്ട്. 300 രൂപയാണ് ഫീസ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ SC/ST വിഭാഗക്കാർക്ക് അത് 50% കുറച്ച് 150 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. OBCക്കും ജനറൽ കാറ്റഗറി EWSനും എല്ലാം ഒരേ ഫീസ് 300 രൂപ തന്നെയാണെന്ന് ആലോചിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു ക്രൈറ്റീരിയ പറഞ്ഞതുപോലെ നേരത്തെ ഏതാണ്ട് 1 ഏക്കറിൽ കൂടുതൽ ഭൂമി ഉണ്ടാകരുത്. എല്ലാ സ്രോതസ്സിൽ നിന്നും 25,000 രൂപ ആയിരിക്കണം വരുമാനം. അപ്പം ആലോചിക്കുക, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നോക്കുക. പിന്നെ ഹിന്ദു മതത്തിലെ സംവരണേതര സമുദായങ്ങളിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആരാണെന്ന് നിശ്ചയിക്കുന്നുള്ള മാനദണ്ഡങ്ങളാണ് താഴെ പറയുന്നത്. അതും കൂടെ ആ താഴെ പറഞ്ഞ മാനദണ്ഡങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഉദ്യോഗാർത്ഥികളുടെ കുടുംബത്തിനെ പറ്റിയും അവർക്ക് ഉണ്ടായിരിക്കേണ്ട, ഇപ്പോൾ 1 ഏക്കറിൽ കൂടുതൽ ഭൂമി ഉണ്ടാകരുത്, എല്ലാ സ്രോതസ്സുകളിൽ നിന്ന് 25,000 രൂപ ഉണ്ടാകാൻ പാടുള്ളൂ, ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 28/4/2025 ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? നല്ലോണം പഠിക്കുക, ഈ ഒരു ജോലിയിലേക്ക് എത്തിപ്പെടുക. പ്രത്യേകിച്ച് ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ജോബാണ്. അപ്പോൾ അത്തരത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യുക? പഠിക്കുക, പഠിച്ചിട്ട് ഈ ജോലിയിൽ എത്രയും പെട്ടെന്ന് കയറുക. അത് മറ്റൊരു കാര്യം. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ട് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് നല്ലൊരു ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ എക്സ്റ്റെൻസീവ് ലെവൽ കോച്ചിങ് ആയിരിക്കും ആ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയുമ്പം. ഇത്തരത്തിലുള്ള ജോലി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വന്നു പെടാനുള്ള ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് ഞങ്ങളുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളിപ്പോൾ തുടങ്ങിയിരിക്കുന്ന ബാച്ച് എന്ന് പറയുമ്പോൾ. അപ്പോൾ എത്രയും പെട്ടെന്ന് ബാച്ചിന്റെ ഭാഗമാവുക. എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള കോച്ചിങ് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് എന്ത് ചെയ്യാം? വന്ന് അഡ്മിഷൻ എടുക്കാം. ധൈര്യമായിട്ട് നിങ്ങൾ ഈ ജോലി സ്വപ്നം കാണുന്ന അത്രയും ഈ പറയുന്ന പോലെ അമ്പലവും മറ്റു കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതായിട്ട് സേക്രഡ് ആയിട്ട് കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിലും നല്ലൊരു ഓപ്ഷൻ വേറെ ഇല്ല. നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റിയൊരു മേഖലയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ജോലിയോടുള്ള പൂർണ്ണമായ ഇഷ്ടം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഞങ്ങളുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പഠനകാലം നേരുന്നു. തൽക്കാലം ഞാൻ നിങ്ങളിൽ നിന്ന് വിടവാങ്ങും. നമുക്ക് മറ്റൊരു നോട്ടിഫിക്കേഷൻ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.